നമസ്കാരം, ഞാൻ ലിയ. തമിഴിലൊരു ചൊല്ലുണ്ട്, ആൾ പാതി ആടൈ പാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകുതി, നമ്മളിരുന്ന ഡ്രസ്സ് പകുതി. നമ്മളെ കാണാൻ എത്രയൊക്കെ ഭംഗിയുണ്ടെങ്കിലും ചേരാത്തൊരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലുക്കും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മളെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും. എന്നെ പോലെ. അതാണ് ഞാൻ പറഞ്ഞത്, ഡ്രസ്സിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. എന്തിനേറെ പറയുന്നു, ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നേ എന്ന് ചോദിക്കാത്ത ഒരു പ്രണയം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പ്രണയവും ഡ്രസ്സും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. അല്ലെങ്കിലും കഷണ്ടിയും കല്യാണവും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടൊന്നും അല്ലല്ലോ എടാ നിന്റെ മുടിയൊക്കെ പോയല്ലോ, നിനക്ക് കല്യാണമൊന്നും കഴിക്കണ്ടേ എന്ന ആളുകൾ ചോദിക്കുന്നത്. ഈ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോഴേ, ഈ കുരങ്ങനിൽ നിന്നും മനുഷ്യനിലേക്ക് എത്തിയത് പരിണാമത്തിന്റെ നേട്ടമാണെങ്കിൽ പണ്ട് ഒറ്റമുണ്ടിൽ നിന്നും ചുരിദാറിലേക്ക് എത്തിയത് ചില കുരങ്ങന്മാരുടെ നോട്ടം കാരണമാണ്. ഈ ആൺകുട്ടികൾക്ക് സാധാരണ ഡ്രസ്സുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല, വെറൈറ്റി ഡ്രസ്സുകളാ. സാരി, ചുരിദാറ്, പലാസോ, പിക്കാസോ, അങ്ങനെ 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 അങ്ങനെ. പക്ഷേ എൻ്റെ അമ്മാവന് ഈ ഡ്രസ്സുകളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല കേട്ടോ. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം അമ്മാവൻ്റെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞ്, അച്ഛാ എനിക്കൊരു ഷർവാണി വേണമെന്ന്. പുള്ളിക്കാരൻ കടയിൽ ചെന്ന് ഒരു പാക്കറ്റ് സാമ്പ്രാണി വാങ്ങിച്ചുകൊണ്ട് വന്നു. ഭാഗ്യം അവൾ പാട്ടിയാലാന്നൊന്നും പറയാത്തത്, അല്ലെങ്കിൽ ബ്രോക്കറിൻ്റെ അടുത്ത് നിന്ന് മോൾക്ക് പറ്റിയ ഒരാൾ വേണമെന്നൊക്കെ പറഞ്ഞേനെ പുള്ളിക്കാരൻ. ഈ ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ കൂടെ നരകത്തിൽ പോവാൻ പോലും പേടി ഉണ്ടാവില്ല, പക്ഷേ ഡ്രസ്സ് കടയിൽ പോകാൻ ഭയങ്കര പേടിയാ. കാരണം 4, 3, 7 കളറേ ഡ്രസ്സിനെ കുറിച്ച് ഭർത്താക്കന്മാർക്ക് അറിയുള്ളൂവെങ്കിൽ ഭാര്യമാർക്ക് അങ്ങനെയല്ല. പച്ച എന്ന ഒരൊറ്റ കളറിൽ തന്നെ കിളിപ്പച്ച, ഇളംപച്ച, നീലപ്പച്ച, ചുവന്നപച്ച, മഞ്ഞപ്പച്ച, ചാണകപ്പച്ച, ഇങ്ങനെ 7 തരം വെറൈറ്റികൾ അറിയാം. അവൻ ആ കടയിലിരുന്ന് വേരിറങ്ങിയാലും ഇവൾ ഉദ്ദേശിച്ച ചാണകപ്പച്ച കിട്ടാതെ വീട്ടിൽ പോകുന്ന പ്രശ്നമില്ല. എന്തിനേറെ പറയുന്ന ആ സെയിൽസുകൾ ഈ മനുഷ്യന്റെ സങ്കടം കണ്ടിട്ട് ഏതേലും ഒരു ചാണകപ്പച്ച ഒപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പ ഭാര്യ പറയും, അയ്യോ ഇത് ജേഴ്സി പശുവിന്റെ ചാണകത്തിന്റെ പച്ചയല്ലേ, ഞാൻ ഉദ്ദേശിച്ചത് വെച്ചൂർ പശുവിന്റെ ചാണകത്തിന്റെയാണ്. എന്ത് പറയാനല്ലേ. നമ്മളെ വിദേശികളെയൊക്കെ നോക്കുകയാണെങ്കിലേ അവർ ഡ്രസ്സ് ചെയ്യുന്നത് അവിടുത്തെ കാലാവസ്ഥയും ഓരോരോ അവസരങ്ങളൊക്കെ നോക്കിയിട്ടാ. നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കണം. വേനൽക്കാലത്ത് ഒരുത്തൻ സ്വട്ടർ ഇടുന്നു, തണുപ്പത്തൊരുത്തൻ നിക്കർ ഇടുന്നു, ആശുപത്രിയിൽ ചിലർ പാർട്ടി വെയർ വരെ ഇടുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ? ദിൽ തോ പാഗൽ ഹേ. പാഗൽ ഹേ ഭ്രാന്താണെന്നർത്ഥം. ഈ കേരളത്തിലെ മലയാളികളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വികാരമാണ് സാരി, പാവാട, മുണ്ട്, നൈറ്റി. അതിലെ സാരി എന്ന് അങ്ങോട്ട് തുടങ്ങാം. സാരി എന്ന് പറഞ്ഞാൽ ശരിക്കും സാരിയുടെ പേര് മാറ്റി ഊരിന്ന് വേണം ഇടാൻ. ഇത് ഉടുത്താൽ ഊരിപ്പോവോ എന്നുള്ള ടെൻഷനാ. വീട്ടിൽ ചെന്നതൊന്ന് ഊരിയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആശ്വാസം. എൻ്റെ അമ്മയുടെ ഒരു സാരി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ സാരിയെ കുറിച്ച് പറയണമെങ്കിൽ വെറും 100 രൂപയുടെ സാരി കൊണ്ട് എൻ്റെ അമ്മ ആയിരക്കണക്കിന് ഉപയോഗങ്ങൾ ഉപയോഗിക്കും. ഈ സാരിയുടെ തുമ്പ് കൊണ്ട് ചട്ടി പിടിക്കും, കുട്ടി വന്നാൽ മൂക്ക് തുടയ്ക്കും. അപ്പം തന്നെ വല്ല പരിപാടി നടക്കുകയാണെങ്കിൽ അത് വലിച്ചു കെട്ടി പന്തൽ വരെ ഇടും എൻ്റെ അമ്മ. ഈ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ വേണമെന്ന് പറയുന്ന പോലെയാണ് സാരി ഉടുക്കുമ്പോൾ പാവാട വേണം. പാവാട കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ പാവാടയ്ക്കുള്ള നാട കണ്ടുപിടിക്കാൻ പെടാ പാടാ. ഈ നാടയില്ലാത്ത പാവാടയും നെറ്റില്ലാത്ത മൊബൈലും ഏതാണ്ട് ഒരുപോലെയാ. ഒരു അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഹോട്ട്സ്പോട്ട് പോലെ സേഫ്റ്റി പിന്നൊക്കെ കണക്ട് ചെയ്യുമെങ്കിലും എപ്പോഴാണ് ഈ കണക്ഷൻ മുറിഞ്ഞു പോണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തതാണ് നമ്മുടെ മുണ്ട്. മുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കോസ്റ്റ്യൂം അല്ല, ഒരു പ്രോപ്പർട്ടിയാണ്. മുണ്ട് മടക്കി കുത്തിയാ മുട കാണിക്കാം, കുറച്ചുകൂടെ കയറ്റി കുത്തിയാ തൊട കാണിക്കാം. ഇനി വല്ല അടിയോ തെറിവിളിയോ ബഹളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സിമ്പിളായി പൊക്കി കാണിച്ച് നിങ്ങളുടെ നിലപാടും കാണിക്കാം. അടുത്താണ് നൈറ്റി. നൈറ്റിയും മദ്യവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് രണ്ടും കണ്ടുപിടിച്ചത് വിദേശികളാണ്. ഒന്ന് കണ്ടുപിടിച്ചത് രാത്രി ഉപയോഗിക്കാനും, മറ്റൊന്ന് കണ്ടുപിടിച്ചത് തണുപ്പ് സമയത്തൊക്കെ ഉപയോഗിക്കാനും. പക്ഷേ ഇത് നമ്മളെ മലയാളി കയ്യിൽ കിട്ടിയപ്പോൾ ഡെയിലി രാവിലെ മുതലാണ് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് വീട്ടിലെ പഴയ അച്ഛൻ്റെ ഷർട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മ തൊഴിലുറപ്പിനും പോവും. ഒരു ഷാള് കിട്ടിക്കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ വരെ നൈറ്റി ഇട്ടോളും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഈ നൈറ്റിയിലൊന്നും ഒതുങ്ങി നിൽക്കുന്നവരല്ല കേട്ടോ. അവർ മോഡേൺ ഡ്രസ്സ് ഇടുന്നവരാ. പക്ഷേ എൻ്റെ അമ്മാവന് ഈ മോഡേൺ ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മാവൻ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് ജീൻസ് ഇട്ടാൽ ക്യാൻസർ വരും, ഷോർട്ട്സ് ഇട്ടാൽ അൾസർ വരും എന്നൊക്കെയാണ്. ഈ വക അസുഖങ്ങളൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അമ്മാവന് നല്ല അസുഖം ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം പണ്ട് കോവളം ബീച്ചിൽ പോയപ്പോൾ മദാമ്മമാർ ബിക്കിനി ഇടാതെ ചുരിദാറിട്ട് വന്നതിന് 1.5 മാസം ഡിപ്രഷനിലായിരുന്നു പുള്ളിക്കാരൻ. ഈ ഡ്രസ്സുകളെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ.
സ്ഥിരമായിട്ട് ഫാൻസി ഡ്രസ്സിന് വേണ്ടി കാശ് മുടക്കാൻ പിശുക്ക് കാണിച്ചിട്ട് 1 മുതൽ 7ാം ക്ലാസ് വരെ ആദിമ മനുഷ്യൻ്റെ വേഷം ചെയ്യുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അതാവുമ്പോൾ 4 ചേമ്പല മതിയല്ലോ. 7ാം ക്ലാസ് വരെ അവൻ ആ ചേമ്പലയും കൊണ്ട് കയറി. 8ാം ക്ലാസ്സിൽ കയറിയപ്പോൾ ടീച്ചർ ആ സ്റ്റേജിൽ ഒരു പാട്ടിട്ടു, ഉണ്ണി വളർന്നു കിളിമകളെ, ഇനി മേല നീ 4 ഇലയും കൊണ്ട് കയറി കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കുമെന്ന്. പിന്നെ എനിക്ക് സ്ഥിരം ഒരു പ്രിൻസസിൻ്റെ ഉടുപ്പായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ അത് കുറേ കാലം എടുത്തു വെച്ചു. എൻ്റെ കല്യാണത്തിന് ഇടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ആ സമയത്ത് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് തീരെ ഇറക്കൂല, അതേ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് ഇട്ടില്ല, പക്ഷെ എൻ്റെ സേവ് ദ ഡേറ്റിന് ഇട്ടു. ഈ ഡ്രസ്സുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ? പക്ഷേ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത പോലെയാണ് ചിലർക്ക് നിക്കറിൻ്റെ കാര്യത്തിൽ. എത്രയൊക്കെ പഴകിയാലും വലിഞ്ഞാലും തുള വീണാലും അതങ്ങോട്ട് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. എൻ്റെ അനിയൻ്റെ കാര്യമൊക്കെ പറയണമെങ്കിൽ അവൻ്റെ നിക്കറിലെ തുളയും ഒരു ഹോളോ ബ്രിക്സിലെ തുളയൊക്കെ ഏതാണ്ട് ഒരേ നമ്പറാണ്. എൻ്റെ മൂത്ത മോൻ 100 വരെ എണ്ണാൻ പഠിച്ചത് അതിലെ തുളയെണ്ണീട്ടാ. അയ്യോ, ഞാനിതേ പറഞ്ഞ് സാരി തുടങ്ങി ഇപ്പം നിക്കർ വരെ എത്തി നിൽക്കുക. ഇനി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തതൊക്കെ പറയേണ്ടി വരും. കണ്ടന്റിലൊന്നും ഉണ്ടാവില്ലാന്ന്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.